അതുകൊണ്ടാണ് നമ്മൾ തവിയിലെടുത്തിട്ട് കൈ കൊണ്ടൊന്ന് കലക്കി ആ പാം ഓയിലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്യുക. ഇളക്കി നമ്മൾ ഏകദേശം ഈ ഒരു കളറായിട്ടുണ്ട്. സോപ്പ് സ്റ്റോൺ പൗഡർ 750 ഗ്രാം. അത് നമ്മൾ ഇടുമ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുക്കാവൂ. കുറേശ്ശെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. സിലിക്കേറ്റ് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എപ്പോഴും നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിലോട്ട് മാത്രമേ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്യാവൂ. തിരിഞ്ഞ് കറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് മോരൊക്കെ പിരിഞ്ഞു പോകത്തില്ലേ, അതുപോലെ ആയിപ്പോവും. അതുകൊണ്ട് എപ്പോഴും നമ്മളിപ്പം കൈ മാറിയാൽ പോലും ഏത് സൈഡിലാണോ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ആ സൈഡിൽ മാത്രം ഇളക്കുക. നിങ്ങൾക്ക് പത കുറച്ചുകൂടെ ഇപ്പം നമുക്ക് ഉള്ളതിൽ നിന്നും കുറച്ചുകൂടെ പത ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ SLS സോഡിയം ലോറൈൽ സൾഫേറ്റ് നമ്മൾ കുറച്ചൊന്ന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പത ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ട. അത് ആവശ്യത്തിന് മാത്രം. അത് ഓപ്ഷണലാണ്, വേണ്ടുന്നവർക്ക് മാത്രം ഉപയോഗിക്കാം. എന്നിട്ട് വീണ്ടും തുടർച്ചയായി ഒരേ സൈഡിൽ കൂടെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. പത വേണ്ടുന്നവർക്ക്, ഓവറായിട്ട് പത വേണ്ടുന്നവർക്ക് മാത്രം അത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അത് ഓപ്ഷണലാണ്. നമ്മൾ തണുക്കാനായി കലക്കി വെച്ചിരുന്ന കാസ്റ്റിക് സോഡ ഒഴിച്ചു കൊടുക്കുക. കാരണം കാസ്റ്റിക് സോഡ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യുക. അത് കട്ടിയാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് വീണ്ടും തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കുക. അതും ഒരേ സൈഡിൽ കൂടി തന്നെ. അങ്ങനെ ഇളക്കി ഈ ഒരു ഭാഗമായി കഴിഞ്ഞു. നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കുക. അങ്ങനെ നമ്മുടെ സോപ്പ് സെറ്റായിട്ടുണ്ട്. അങ്ങനെ മോൾഡിൽ നിന്ന് ഇളക്കി മാറ്റുകയാണ്. ഇതുപോലെ മറ്റൊരു കളറിൽ ചെയ്ത സോപ്പാണ്.